നമസ്കാരം. ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കിവരാം പ്രധാനപ്പെട്ട വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിന് ഒരുക്കങ്ങൾ പൂർണ്ണം. പ്രധാനമന്ത്രി നാളെ കമ്മീഷനിംഗ് നിർവഹിക്കും. മോദി ഇന്ന് കേരളത്തിൽ. തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ച വി.ഡി. സതീശൻ. വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷം പങ്കെടുക്കണമെന്നാണ് അഭിപ്രായമെന്ന് ഡോക്ടർ തോമസ് ഐസക്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ദൗർഭാഗ്യകരമെന്ന് ഡോക്ടർ തോമസ് ഐസക്. കേരളത്തിനെ സംബന്ധിച്ചുള്ളത് വളരെ പ്രധാനമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം 22-23 സമരവും അതിന് പ്രതിപക്ഷം നൽകിയിട്ടുള്ള പിന്തുണയാണ്. യഥാർത്ഥത്തിൽ ശക്തമായ ഈ സമരത്തിൽ സർക്കാരിൻ്റെ വലിയ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എൻ്റെ തുടക്കമില്ലാതെ മുന്നോട്ട് പോയാലും. ഇപ്പം വിവാദത്തിൻ്റെ ഒന്നും കാര്യമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു പോവാം. ഇടതുപക്ഷത്തിന് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ പിന്തുണച്ച് 22 സമരത്തെയൊക്കെ രാഷ്ട്രീയമായിട്ട് നഷ്ടമുണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്താങ്ങിയ ഇടതുപക്ഷത്തിൻ്റെ അന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ആരേറ്റെടുത്താലും അത് പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ചത് പിണറായി വിജയനെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മൂന്നാറിൽ മിനി ബസ് മറിഞ്ഞു. മൂന്നാർ ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. കൈക്കുഞ്ഞടക്കം 11 പേർ വാഹനത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തൊഴിലാളി വർഗ മുന്നേറ്റ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് മെയ് ദിനം. ലോകമെമ്പാടും ദിനാചരണ പരിപാടികൾ. മെയ് ദിനത്തോടനുബന്ധിച്ച് AKG സെന്ററിൽ പതാക ഉയർത്തിയ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരെ പൊരുതുന്ന ജനതയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് മെയ് ദിനമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. മുതലാളിത്തവും സാമ്രാജ്യത്വവും സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുകയും ചെയ്യുന്ന ലോക പശ്ചാത്തലത്തിൽ സോഷ്യലിസമാണ് മാനവമോചനത്തിൻ്റെ ഒരേ ഒരു പോംവഴിയെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗവും അധ്വാനിക്കുന്ന ജനതയും ഈ പുതിയ സന്ദേശവുമായി, സോഷ്യലിസത്തിൻ്റെ ആവേശവുമായി, സോഷ്യലിസം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി ലോകത്താകെ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ തൊഴിലാളികളുടെ അവകാശങ്ങൾ മോദി സർക്കാർ ഇല്ലാതാക്കുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. 39 വർഷങ്ങൾക്ക് ശേഷം മെയ് ദിനം ആചരിക്കുമ്പോൾ പല സ്ഥലത്തും വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയവും പണിയെടുക്കുന്നവരെ മുതലാളിത്ത മൂലധനത്തിൻ്റെ അടിമകളാക്കി വെച്ച് ചൂഷണം ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഫാക്ടറികളിൽ 8 മണിക്കൂർ എന്നുള്ള സമയക്ലിപ്സ് മാറ്റാനുള്ള നീക്കമുണ്ട്. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മോഡി ഗവൺമെൻറ് ലേബർ കോഡ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. പല സംസ്ഥാനങ്ങളിലും
തൊഴിലാളികൾ പണിയെടുക്കേണ്ട സമയം 8 എന്നുള്ളത് മാറ്റി 12, 14 ഒക്കെയായി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുതലാളിത്ത മൂലധന ശക്തികളുമായി ചേർന്ന് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ മെയ് ദിനാചരണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. ലഹരിക്കേസിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. സമീർ താഹിർ ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും എക്സൈസ്. റാപ്പർ വേഡന്റെ പക്കൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടത്താൻ വനം വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. പവന് ഇന്ന് 1640 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 71,000-ന് താഴെ എത്തി. ഏപ്രിൽ 17-ന് ശേഷം ആദ്യമായാണ് സ്വർണ്ണവില 70,000-ലേക്ക് എത്തുന്നത്. ഷൂട്ടിംഗ് പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ പ്രൊഫസർ സണ്ണി തോമസിന് വിട നൽകാൻ കായിക കേരളം. സംസ്കാരം ഇന്ന് കൊച്ചിയിൽ. മാധ്യമപ്രവർത്തനത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന എൻ അശോകനെ കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആദരിച്ചു. എൻ അശോകൻ വ്യത്യസ്തതയും സത്യസന്ധതയും മുഖമുദ്രയാക്കിയ മാധ്യമപ്രവർത്തകനെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് 11.31 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി മുബഷീറിനെ മെഡിക്കൽ കോളേജ് പോലീസാണ് പിടികൂടിയത്. കോഴിക്കോട് ഗോവിന്ദപുരത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. ഭർത്താവിനെ വെടിവെച്ചു കൊന്ന കേസിൽ റിമാൻഡിലായ BJP നേതാവ് മിനി നമ്പ്യാരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങും. മിനി നമ്പ്യാരുടെ പങ്ക് കണ്ടെത്തിയത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റം. ഇനിയുള്ള ഒരാഴ്ച തൃശൂർ പൂരനഗരിയിൽ. മെയ് 6-ന് തൃശൂർ പൂരം. കോഴിക്കോട് ചാലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പത്തനംതിട്ട പെരുന്നാട്ടിൽ ജിതിൻ ഷാജി കൊലക്കേസിലെ 1-ാം പ്രതി നിഖിലേഷിന്റെ വീടിനോടനുബന്ധിച്ച കടയിൽ സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട CITU. 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടന ശബ്ദം പ്രദേശവാസികൾ കേട്ടെന്നും CITU നേതാക്കൾ ആരോപിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന ഇടതുമുന്നണി പ്രവർത്തകർ. കേരളത്തിലെ ഇടതു സർക്കാരിന് താഴെയിറക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുവെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം AB ജയരാഘവൻ. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നൊരു നിലയ്ക്കുള്ള വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ്. പള്ളിത്തർക്കത്തിൽ മധ്യസ്ഥം വഹിച്ച CPIM ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനം. കോഴിക്കോട് നരിക്കുനി ഭരണിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി BP റിയാസിനാണ് മർദ്ദനമേറ്റത്. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവും അഭിഭാഷകനുമായ ആസിഫ് റഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
വറ്റുന്ന ജലസ്രോതസ്സുകൾ തിരിച്ചുപിടിക്കാൻ സുജലം പദ്ധതിയുമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത്. പദ്ധതി ഗ്രാമീണ മേഖലയിലെ കുളങ്ങൾ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉതകും വിധം നവീകരിക്കുന്നതിന്. അതിജീവിതയ്ക്ക് നിയമസഹായത്തിനോടൊപ്പം സ്വപ്ന സാക്ഷാത്കാരത്തിനും അവസരമൊരുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. പെൺകുട്ടിക്ക് ഫോറൻസിക് സയൻസിൽ ബിരുദ പഠനം നടത്താനുള്ള അവസരമാണ് പത്തനംതിട്ട CWCയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. അവധിക്കാലത്തും സജീവമായി ചോറ്റുപാറ RPM LP സ്കൂൾ. 16 വർഷമായി ബ്രൈറ്റ് വേ ചൈൽഡ്സ് ക്ലബ് എന്ന പേരിൽ ഇവിടെ ചെസ് പരിശീലനം നടക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പരിശീലനം ആദ്യ വർഷം തന്നെ വൻ വിജയകരമായിരുന്നു. മാപ്രാണം നെടുമ്പാൾ കോന്തിപ്പുലം ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച കള്ളൻ പിടിയിൽ. രാപ്പാൾ പള്ളം പുതുപ്പള്ളി വീട്ടിൽ പ്രവീണാണ് പിടിയിലായത്. ലഹരിക്കെതിരെ ആവേശമായി പോലീസിന്റെ നേതൃത്വത്തിൽ വടംവലി മത്സരം. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസാണ് നാദാപുരത്ത് വടംവലി മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കാസർഗോഡ് ജില്ലാ പോലീസ് ടീം വിജയികളായി. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.